ഇന്ന് നമുക്ക് ഒരു ഭാവന കേൾക്കാം. ഭാവനയുടെ പേര് കർത്തനില്ലാത്ത കഴുതക്കരച്ചിൽ. എന്നെ നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുണ്ട്. എൻ്റെ വീട് ബെത്ഫാഗയ്ക്ക് സമീപമുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. എനിക്ക് കുലശ്രേഷ്ഠത ഒട്ടും അവകാശപ്പെടാനില്ല. എൻ്റെ പേര് ഉച്ചരിക്കുന്നത് തന്നെ മനുഷ്യർക്ക് ലജ്ജാകരമാണ്. എന്നിരുന്നാലും കുടുംബകലഹങ്ങളിൽ എൻ്റെ പേര് വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ അമ്മയും ഞാനും കുറച്ച് പുല്ല് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അതാ ദൂരത്ത് നിന്ന് 2 പേർ നടന്നു വരുന്നു. അവരുടെ നടപ്പിൽ തന്നെ എന്തോ കാര്യമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവർ നേരെ നടന്നു വന്നത് ഞങ്ങളുടെ അടുത്തേക്കാണ്. ഞങ്ങളുടെ യജമാനൻ്റെ അനുവാദം കൂടാതെ അവൻ ഞങ്ങളെ അടിച്ചു. എൻ്റെ അമ്മയുടെ നിലവിളി കേട്ട് യജമാനൻ ഓടി വന്നു. കാര്യം തിരക്കിയപ്പോൾ കർത്താവിന് ഞങ്ങളെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ യജമാനനും ഞങ്ങൾക്കും വളരെ സന്തോഷമായി. അവർ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളെ സ്വീകരിച്ചു കൊണ്ടുപോയി. അവരുടെ വസ്ത്രങ്ങൾ ഞങ്ങളുടെ പുറത്ത് വിരിച്ചു. യേശു എൻ്റെ പുറത്ത് കയറിയിരുന്നു. ആളുകൾ ഞങ്ങൾ നടക്കുന്ന വഴിയിൽ വസ്ത്രങ്ങൾ വിരിക്കാൻ തുടങ്ങി. ചിലർ വൃക്ഷശിഖരങ്ങൾ വഴിയിൽ വെട്ടിക്കൊണ്ടിട്ടു. ഹായ്, എന്തൊരു വരവേൽപ്പ്! ഞാൻ സാധാരണ തല കുനിച്ചാണ് നിൽക്കുന്നതും നടക്കുന്നതെങ്കിലും അന്ന് പരമാവധി തല ഉയർത്തിപ്പിടിച്ചാണ് നടന്നത്. യേശു എൻ്റെ പുറത്തില്ലായിരുന്നുവെങ്കിൽ കുറച്ചും കൂടി തല ഉയർത്തി നടക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അന്നത്തെ എൻ്റെ നടത്തം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. സ്വീകരണത്തിന് ശേഷം വൈകുന്നേരം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ഞാൻ അമ്മയോട് പറഞ്ഞു, എത്ര ഊഷ്മളമായ സ്വീകരണമാണ് എനിക്ക് ലഭിച്ചത്. നാളെയും സ്വീകരണത്തിനായി അതുവഴി കടന്നു പോകും. സ്വീകരണമൊന്നും നിനക്ക് ലഭിച്ചതല്ല, യേശുവിന് ലഭിച്ചതാണെന്ന് അമ്മ പറഞ്ഞു. എനിക്ക് അമ്മയോട് വളരെ വെറുപ്പ് തോന്നി. അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. അമ്മ അനുവദിച്ചില്ലെങ്കിലും നാളെ സ്വീകരണത്തിന് പോവുക തന്നെ എന്ന് തീരുമാനിച്ചു. അമ്മ എഴുന്നേൽക്കുന്നതിന് മുൻപ് ഞാൻ യാത്ര തിരിച്ചു. വളരെ ദൂരം നടന്നിട്ടും ആരും സ്വീകരണത്തിന് വന്നില്ല. എനിക്ക് വളരെ ദേഷ്യമായി. ഞാൻ വലിയ ഉച്ചത്തിൽ അലറി, അതാ ആളുകൾ ഓടി വരുന്നു, കല്ലും വടികളുമായി. ഞാൻ ഒരു തരത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അന്നത്തെ എൻ്റെ ഓട്ടമൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അന്ന് ഞാനൊരു പാഠവും പഠിച്ചു. ഈ ഒരു ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.